എല്ലാവരും സുഖമായിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്നെനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഹൃദയത്തെ മനഃപൂർവ്വം വേദനിപ്പിച്ച ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവുമല്ലോ. നിങ്ങളൊന്നിങ്ങനെ ഓർത്ത് നോക്കിയാൽ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പിന്നെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. നിങ്ങളുടെ ഹൃദയത്തെ മനഃപൂർവ്വം വേദനിപ്പിച്ച കുറച്ച് ആളുകളുണ്ടായിരിക്കും. ചില ആളുകൾ മനഃപൂർവ്വം കളിയാക്കിയ ആളുകളുണ്ടായിരിക്കാം. അതുപോലെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നമ്മളോട് വളരെ രസകരമായി അവതരിപ്പിച്ച ആളുകളുണ്ടായിരിക്കാം. അവർ വളരെ രസകരമായി തന്നെ നമ്മുടെ കുറ്റങ്ങൾ മറ്റുള്ളവരോടും പോയി പറയും. അതിനൊരു മാറ്റവും അതങ്ങനെയാണ്. അപ്പോൾ പരദൂഷണം പറയുന്ന ആളുകൾ, നിങ്ങളെ പരിഹസിച്ച ആളുകൾ, അതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ മനഃപൂർവ്വം വേദനിപ്പിച്ച ആളുകൾ, കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ച ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ പിന്നീട് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത്. വിശ്വസിക്കരുത് അവരെ. അവരോട് നിങ്ങൾക്ക് സംസാരിക്കാതിരിക്കാം. അവരോട് നിങ്ങൾക്ക് പുറത്തു കൊടുക്കാം. നിങ്ങളുടെ മനസ്സുകൊണ്ട് അവരോട് ക്ഷമിക്കാം. പക്ഷേ അതൊക്കെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അവരോട് സംസാരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അത് പേഴ്സണലാണ്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ അവരെ നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യരുത്. ചർച്ച ചെയ്താൽ അത് ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും സംഭവിക്കുക. അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു.